A dot B equal to B dot A A dot B B dot A equal ആണ് commutative property. A dot B plus C എന്ന് പറഞ്ഞ ഡോട്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ മാറ്റിയിട്ട് A dot B plus A dot C എന്ന് എഴുതാം. 3 I dot I എന്ന് പറഞ്ഞാലും J dot J എന്ന് പറഞ്ഞാലും K dot K എന്ന് പറഞ്ഞാലും 1 ആണ്. 4 I dot J എന്ന് പറഞ്ഞാലും J dot K എന്ന് പറഞ്ഞാലും K dot I എന്ന് പറഞ്ഞാലും 0 ആണ്. അഞ്ചാമത് ഒരു വെക്ടറിനെ ആ വെക്ടറിനെ കൊണ്ട് തന്നെ ഡോട്ട് ചെയ്താൽ അതിന്റെ ആൻസർ മോഡ് A സ്ക്വയർ ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ? Yes, sir. Okay, sir. ഇനി ഈ സ്കലാർ പ്രൊഡക്റ്റിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ A ഓൺ വെക്ടർ B. A എന്ന് പറയുന്ന വെക്ടറിൽ നിന്നും B എന്ന് പറയുന്ന വെക്ടറിലേക്ക് നമ്മൾ വരയ്ക്കുന്ന പ്രൊജക്ഷൻ, ദാറ്റ് ഈസ് ഏരിയ. പറഞ്ഞോട്ടെ? Yes, sir. മക്കള് നോക്കുക, നന്നായിട്ട് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക, കാര്യങ്ങൾ കിട്ടുട്ടോ. എൻ്റെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്, എൻ്റെ കയ്യിൽ മറ്റൊരു വെക്ടർ ഉണ്ട്. ശ്രദ്ധിക്കണേ, നല്ല കിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാവില്ലേ. അപ്പോ ഇവിടെയുള്ള ഈ വെക്ടർ A എന്ന് പറയുന്ന ഒരു വെക്ടർ, ഇതാണല്ലോ A വെക്ടർ, ഇതാണല്ലോ B വെക്ടർ. ശ്രദ്ധിച്ചു നോക്കണം, രണ്ടും കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആണ്, ഒരേ പോയിന്റ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് ആണ്. അപ്പൊ ഈ A എന്ന് പറയുന്ന വെക്ടറിന്റെ എൻ പോയിന്റിൽ നിന്നും ഞാൻ B എന്ന വെക്ടറിലേക്ക് ഒരു പെർപെൻഡിക്കുലർ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങൾ നോക്കുമ്പോ ഇവിടെ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആണ്. ഞാൻ ഈ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ തൽക്കാലം D എന്ന് കൊടുക്കുന്നു. ഇതിന് വേണം നമുക്ക് A കൊടുക്കാം, ഇതിന് B കൊടുക്കാം, അതിന് D കൊടുക്കാം, വോട്ടെവർ. ഇതിന് വേണമെങ്കിൽ നമുക്ക് C കൊടുക്കാം, എന്ത് കൊടുക്കാം. നിങ്ങൾ നോക്കിക്കേ, ഈ ബിയിൽ നിന്നും ഞാൻ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന D എന്ന പോയിന്റ് കാണുന്നുണ്ടല്ലോ. ആ D എന്ന പോയിന്റിലേക്ക് ഈ ലൈക്ക് സെയിം ഒറിജിൻ ആയിട്ടുള്ള എയിൽ നിന്നും ഒരു ദൂരമില്ലേ, ആ ADയുടെ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ A ഓൺ B എന്ന് പറയാൻ കാരണം നമ്മള് A എന്ന് പറയുന്ന വെക്ടറിൽ നിന്നും B എന്ന വെക്ടറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രൊജക്ഷൻ ഓഫ് A ഓൺ B, ബിയിലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോ ആ പ്രൊജക്ഷൻ, ആ ലെങ്ത് കാണുന്ന ഫോർമുലയും കൂടെ മക്കൾ പഠിച്ചു വെച്ചോ, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു A dot B by mod B. പ്രൊജക്ഷൻ ഓഫ് A ഓൺ B എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? A dot B by mod B ക്ക് ഈക്വൽ ആണ്. അപ്പം വേണമെങ്കിൽ ഒരു കുട്ടിക്ക് തിരിച്ചും ചിന്തിക്കാം, ഈ സിയുടെ എൻ പോയിന്റിൽ നിന്നും നമുക്ക് ഒന്നാമത്തേതിലേക്കും വേണമെങ്കിൽ പെർപെൻഡിക്കുലർ വരച്ചൂടെ? ഇതിന്റെ എൻ പോയിന്റ് എന്ന് ബിയുടെ എൻ പോയിന്റിൽ നിന്നും എയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം തീർച്ചയായിട്ടും. ആ ഒരു പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് മക്കളിവിടെ കാണുന്നില്ല, അതിനെ എനിക്ക് E എന്ന് കൊടുക്കാം. ഈ ഒരു ദൂരം എന്ത് തന്നെയാണ്? പ്രൊജക്ഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ബിയിൽ നിന്നും എയിലേക്ക് വരയ്ക്കുന്നതായതുകൊണ്ട് പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ആയിട്ട് മാറും. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സെയിം ഫോർമുല തന്നെയാണ്. എ ഡോട്ട് ബി, അതിന് മോഡുലസ് ഉണ്ട്, മോഡിൽ മറക്കരുത്. എ ഡോട്ട് ബി മോഡുലസ് ഡിവൈഡഡ് ബൈ മോഡ് ബി അല്ല, മോഡ് എ ആണെന്ന് മാത്രം. ഡിനോമിനേറ്ററിൽ മോഡ് എ ആണ് വരിക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയും, ഓണിന് ശേഷം വരുന്ന വെക്ടർ ഏതാണോ ആ വെക്ടറിന്റെ മോഡുലസ് ആയിരിക്കണം താഴെ. ഓണിന് ശേഷം വരുന്ന വെക്ടർ ഏതാണോ അതിന്റെ മോഡുലസ് ആയിരിക്കണം താഴെ. സോ ദിസ് ഇസ് ദ ഐഡിയ ഓഫ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ A on വെക്ടർ B. ദിസ് ഇസ് നത്തിങ് ബട്ട് ദി ആപ്ലിക്കേഷൻ ഓഫ് സ്കലാർ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ക്ലിയർ ആണോ? Yes, sir. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt for anyone? എന്നാ പിന്നെ ഞാൻ ബാക്കി പറയട്ടെ. Yes, sir.
വെക്ടർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ് വേഗം നോക്കണേ. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രോബ്ലംസ് നമുക്ക് നാളെ ചെയ്യാം. നാളേക്ക് ഇത് പഠിച്ചു വന്നാൽ ലൈക്ക് അടുത്ത ക്ലാസ്സൊക്കെ പഠിച്ചു വന്നാൽ സുഖമായിട്ട് പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് വേഗം കഴിയും. അപ്പോൾ വെക്ടർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ് നേരത്തെ വരച്ചതുപോലെ തന്നെ സെയിം സാധനമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഒരു വെക്ടർ, രണ്ടാമത് മറ്റൊരു വെക്ടർ. നോക്കണേ, എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ബി എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ, ഇവിടെ ഇനീഷ്യൽ പോയിന്റ് ഒ, ഇത് ആംഗിൾ തീറ്റ. നോക്കണം. അപ്പം ഈ എ ക്രോസ് ബി, ഇത് വായിക്കേണ്ടത് എ ക്രോസ് ബി എന്നാണ്. ഡെഫിനിഷൻ പറയാൻ പോകുന്നുണ്ട്. മോഡ് എ മോഡ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. നേരത്തെ ഈ എൻ ക്യാപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഡോട്ട് ചെയ്തപ്പം. കാരണം എ വെക്ടർ ആണെങ്കിലും ബി വെക്ടർ ആണെങ്കിലും എ ഡോട്ട് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു സ്കെലാർ വാല്യൂ ആണ്. അപ്പൊ അതിന് ഡയറക്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ എ ഒരു വെക്ടർ ആണ്, ബി മറ്റൊരു വെക്ടർ ആണ്. എ ക്രോസ് ബിയും എന്ത് തന്നെയാണ്? വെക്ടർ തന്നെയാണ്. അപ്പൊ മക്കളെ ഓർത്ത് വെക്കുക. അപ്പൊ ആ എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടറിന് ഒരു ഡയറക്ഷൻ ഉണ്ടാകും. ആ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പണിയാണ് എൻ ക്യാപ്പിന്. സോ എൻ ക്യാപ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പണിയാണ് എൻ ക്യാപ്പിന്. ക്ലിയർ ആണോ? അപ്പം ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, ആ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി is perpendicular to both A and B. എ ക്രോസ് ബി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആണ് എ ക്രോസ് ബിക്ക് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫിസിക്സിൽ പ്രാവശ്യം ടോർക്ക് is equal to പി ക്രോസ് ഇ എന്ന് പഠിക്കുന്നുണ്ടോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നുണ്ടോ? അപ്പൊ അവിടെ ചിലപ്പോ സാറ് പറഞ്ഞിട്ടുണ്ടാകും ഡയറക്ഷൻ ഓഫ് ദിസ് ടോർക്ക് is perpendicular to both this P and E എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ടോർക്കിന്റെ ഡയറക്ഷൻ പിക്കും ഇക്കും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ക്രോസ് പ്രൊഡക്റ്റ് പ്രകാരം പി ക്രോസിന്റെ ഡയറക്ഷൻ, ഇവിടെ പി ക്രോസ് ഇ കിട്ടിയ ടോർക്ക് അല്ലേ? അപ്പൊ ആ ടോർക്കിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പി ക്രോസിന്റെ ഡയറക്ഷൻ ആണ്. പി ക്രോസിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് പി ആൻഡ് ഇക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ എ ക്രോസ് ബിയുടെ ഡയറക്ഷനെയാണ് എൻ ക്യാപ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദാറ്റ് വൺ വി ഹാവ് ടു സേ ദാറ്റ് ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം തന്നിട്ട് രണ്ട് വെക്ടർ എയും ബിയും തന്നിട്ട് നിങ്ങളോട് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാണാൻ പറഞ്ഞാൽ കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? എ ക്രോസ് ബി ചെയ്താൽ മതി. എ ക്രോസ് ബി ചെയ്ത് കിട്ടുന്ന വെക്ടർ എന്താണോ ആ വെക്ടർ ഇറ്റ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഞാൻ പറയാൻ പോണത് ഇവാലുവേഷൻ ആണ്. എൻ്റെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്, എൻ്റെ കയ്യിൽ മറ്റൊരു വെക്ടർ ഉണ്ട്. അപ്പൊ എന്താ എ ക്രോസ് ബി? ഒന്നുമില്ല, ഡിറ്റർമിനന്റാ. ഡിറ്റർമിനന്റ് ijk a1 a2 a3 b1 b2 b3. ഓക്കെ ആണോ? Yes, sir. ഈ ഡിറ്റർമിൻ ചെയ്യാൻ എന്താണോ നമുക്ക് ആൻസർ കിട്ടുന്നത് ആ ആൻസർ ആയിരിക്കും എ ക്രോസ് ബി. ഓക്കെ, നാളെ നമ്മൾ ചെയ്യും. ആക്ച്വലി കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ബാക്കി പറയട്ടെ? പ്രോപ്പർട്ടീസ്
ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എ ക്രോസ് ബി ഒരിക്കലും ബി ക്രോസ് എക്ക് ഈക്വൽ അല്ല, പകരം മൈനസ് ബി ക്രോസ് എക്ക് ഈക്വൽ. ഓക്കെ ആണോ? Okay, sir. പിന്നെ എ ക്രോസ് ബി പ്ലസ് സി ചെയ്യുന്നത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഡോട്ട് പോലെ. എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സിക്ക് ഈക്വൽ ആയിരിക്കും. 3 ഒരു വെക്ടറിന് അതേ വെക്ടർ കൊണ്ട് ക്രോസ് ചെയ്താൽ 0 ആണ്. ഓക്കെ ആണോ? 4 ഐ ക്രോസ് ജെ ചെയ്താൽ കിട്ട കെ ആ. ചുമ്മാ കാരണം ഞാൻ പറയാം, ഐയും ജെയും ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഐക്കും ജെയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം, ദാറ്റ് ഇസ് കെ. അതുകൊണ്ടാണ് ഐ ക്രോസ് ജെ കെ കിട്ടുന്നത്. അതേപോലെ ഞാൻ ജെ ക്രോസ് കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഐ കിട്ടും, കെ ക്രോസ് ഐ ചെയ്താൽ ജെ കിട്ടും. ഈ 3 കാര്യം ഓർത്തൂടെ? ഓർത്തൂടെ? Yes, sir. ഇനി ഐയും ക്രോസ് ചെയ്താലും ജെയും ക്രോസ് ചെയ്താലും കെയും ക്രോസ് ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തിന് ഈക്വൽ ആണ്? 0ക്ക് ഈക്വൽ ആണ്. ഓക്കെ ആണോ? Yes, sir. ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. എന്റെ കയ്യിൽ ട്രയാങ്കിൾ ഉണ്ട്. എ ബി സി ആണ് ട്രയാങ്കിൾ. അപ്പോ എ ബി എന്ന് പറയുന്ന സൈഡ് വെക്ടർ എ ആയിട്ടും എ സി എന്ന് പറയുന്ന സൈഡ് വെക്ടർ ബി ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഒരു സൈഡ് വെക്ടർ എ ആണെന്നും മറ്റൊരു സൈഡ് വെക്ടർ ബി ആണെന്നും എനിക്ക് അറിയാമെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് മോഡ് എ ക്രോസ് ബി ആയിരിക്കും. ക്ലിയർ ആണോ? Yes, sir. എയും ബിയും ക്രോസ് ചെയ്യുക, അതിന്റെ മോഡുലസ് എടുക്കുക, ഡിവൈഡ് ബൈ 2, ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇനി നമുക്ക് അത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏരിയ ഓഫ് പാരലോഗ്രാം. സെയിം സംഭവം തന്നെയാണ്, പാരലോഗ്രാമിലേക്ക് വരണമെന്നേ ഉള്ളൂ. എ ബി സി പാരലോഗ്രാം ആണ്. ഇതേപോലെ അഡ്ജസൻറ്റ് സൈഡ്സ് വെക്ടർ എയും വെക്ടർ ബിയും ആണെന്ന് അറിയാമെങ്കിൽ ആ പാരലോഗ്രാമിന്റെ ഏരിയ, ട്രയാങ്കിൾ അത് ഹാഫ് മോഡ് എ ക്രോസ് ബി ആണെങ്കിൽ പാരലോഗ്രാമിന്റെ എന്തായിരിക്കും? മോഡ് എ ക്രോസ് ബി ആയിരിക്കൂലേ? ആയിരിക്കൂലേ? Yes, sir. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയ ഓഫ് പാരലോഗ്രാം തന്നെ. എന്ത് തന്നിട്ടുണ്ട്? ഡയഗണൽസ് ആണ് തന്നിട്ടുള്ളത്. ഡയഗണൽസ് തന്നാൽ എങ്ങനെയാണ് പാരലോഗ്രാമിന്റെ ഏരിയ കാണുക എന്ന കൺസെപ്റ്റിലേക്കാണ് ഇനി നമ്മൾ പോണത്. നോക്കിയേക്കണേ. പാരലോഗ്രാമിന്റെ ഏരിയ കാണണ്ട, ഡയഗണൽസ് തന്നാല് അപ്പൊ എന്താ, നേരത്തെ അഡ്ജസൻറ്റ് സൈഡ്സ് തന്നപ്പോൾ നമ്മൾ മോഡ് എ ക്രോസ് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയഗണൽസ് ആണ് തരുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോറി. അപ്പൊ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് എനിക്കറിയാം. ഒന്നാമത്തെ ഡയഗണൽ, രണ്ടാമത്തെ ഡയഗണൽ. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഡയഗണൽ D1ഉം രണ്ടാമത്തെ ഡയഗണൽ D2 ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് മോഡ് D1 ക്രോസ് D2 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ കുട്ടികളെ? Yes, sir. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കട്ടെ എന്നാല്. അപ്പൊ നല്ല കുട്ടികളായിട്ട് പഠിച്ചു വെക്കും. വെക്ടേഴ്സ് കംപ്ലീറ്റ് നമ്മൾ തിയറി പറഞ്ഞിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു ക്ലാസ് 1.5 ക്ലാസ് കൊണ്ട് തിയറി ക്വസ്റ്റ്യൻസ് തീർക്കാം. വളരെ ഈസിയാണ്. ഡയറക്റ്റ് ചോദ്യങ്ങൾ മാത്രമേ എക്സാമിന് വരാറുള്ളൂ. സോ ട്രൈ ടു ഗെറ്റ് ദ എക്സാക്ട് ഐഡിയ അബൌട്ട് ദി കൺസെപ്റ്റ്. ഓക്കെ.
ബൈ ബൈ, സീ യു, താങ്ക് യു, ബൈ.